ഡി മോളെ, ഉമ്മ പറഞ്ഞോടി അങ്ങോട്ട്. എനിക്ക് എന്തോ പോലെ എനിക്കാണ്. ഒന്ന് വാ, വെറുതെ അവിടെ ഒറ്റയ്ക്ക് കിടന്നിട്ട് ഉമ്മ എന്ത് ചെയ്യാനാ? ഡോക്ടർ പറഞ്ഞതല്ല ഉമ്മക്ക് ഓർമ്മയില്ലേ? ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഉമ്മ കയറി വാ ഇങ്ങോട്ട്. വെറുതെ അതും ഇതും ആലോചിക്കാതെ വാ. ഇവള് തള്ളയെ കാണാൻ പോയെന്ന് പറഞ്ഞിട്ടിപ്പം അവരെയും വിളിച്ചോണ്ടാണല്ലോ ഇവിടെ വരവ്. ഉമ്മയെ കാണാൻ പോയതല്ലേ. അവിടെ ചെന്നപ്പോൾ ഉമ്മയുടെ അവസ്ഥ തീരെ വളരെ മോശമായിട്ടിരിക്കുന്നു. പിന്നെ അവളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരാൻ തോന്നിയില്ല. രാത്രിയൊക്കെ എന്തെങ്കിലും വയ്യായി വന്ന് എന്ത് ചെയ്യും? സഹായത്തിന് ആരുമില്ലല്ലോ. അതുകൊണ്ട് ഉമ്മയെ ഞാൻ ഒപ്പം കൂട്ടി. എന്തായാലും ഉമ്മ എൻ്റെ ഇവിടെ കാണും. പിന്നെ അതിലെന്താ, ഇവിടെ നിൽക്കാവല്ലോ. ഇവിടെ നല്ല സൗകര്യമില്ലേ? ചെല്ല്, അകത്തോട്ട് കയറി ചെല്ല്. ഇനി പരമാനന്ദ സുഖമല്ലേ ഇനി അങ്ങോട്ട്. ഉം. ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു ഈ വീട്ടിനകത്ത്. അവരും കൂടെ വിളിച്ചോണ്ട് വരാനായിട്ടും ഒക്കെ ഒരു പണിയുമില്ലല്ലോ. എന്തായാലും ഈ വിവരം ചൂടോടെ തന്നെ അവനെ വിളിച്ചറിയിച്ചിട്ടുള്ള ബാക്കി കാര്യം. ഹാ, എടാ മോനെ, നിന്റെ പെണ്ണുമ്പോള നല്ലൊരു പണിയാട്ട വന്നിരിക്കുന്നത്. നിന്നോടൊന്നും പറഞ്ഞില്ലേ അവള്? ഹാ, അപ്പൊ തന്നിഷ്ടമാണ് അവൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. എടാ, അവിടെ തള്ളയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞവള് രാവിലെ ഇവിടുന്ന് പോയവളാ. വന്ന് കയറിയത് ഇപ്പോഴും. തള്ളെ കാണാൻ പോയത് പോട്ടെ, ഇപ്പൊ വന്നപ്പോഴോ അവരും കൊണ്ടാ വന്നിരിക്കുന്നത്. ചുമ്മാതെങ്ങും അല്ല, അവരിനി സ്ഥിരമായിട്ട് ഇവിടെ താമസിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. അകത്തോട്ട് കയറിയിട്ടുണ്ട് അവള്. ഇനി എന്തൊക്കെയാണെന്ന് ഇനി കാണിച്ചു കൂട്ടാൻ പോകുന്ന ഉമ്മായും മോളും കൂടെ. മോളെ കൊണ്ട് ഇവിടെ സ്വസ്ഥതയില്ല. അപ്പോഴവള് തള്ളയും കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ വിളിച്ച് പറഞ്ഞു കേട്ടെന്നൊന്നും നീ പറയൊന്നും വേണ്ട. നിന്നോട് പറയൂല്ലോ നോക്കട്ടെ ആദ്യം. ആ, ശരി, നീ വെച്ചോ. അവക്കുള്ളത് പോണിഞ്ഞിട്ടുണ്ട് ഞാൻ. മോളെ, ഉമ്മ എന്തായാലും 2 ദിവസം എന്തായാലും കഴിഞ്ഞിട്ട് ഉമ്മ അങ്ങ് പോകും. എനിക്ക് എന്തോ ഇവിടെ നിൽക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് തോന്നുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ അവരുടെ കുത്തുവാക്കൊക്കെ കേട്ടില്ലേ? ഉമ്മക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. എൻ്റെ പൊന്നാരുമ്മ, അവരുടെ സ്വഭാവം ഉമ്മക്ക് നല്ലോണം അറിയാവല്ലോ. അവർ പറയുന്നൊന്നും ഉമ്മ മൈൻഡ് ചെയ്യണ്ട. അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനൊക്കെ ചെവി കൊടുക്കാൻ അതിനെ നേരം കാണത്തുള്ളൂ. ഉമ്മയുടെ അവസ്ഥ ഉമ്മാക്ക് തന്നെയല്ലേ അറിയത്തുള്ളൂ. ഉമ്മയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എനിക്ക് വരാൻ പറ്റുമോ? ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലോ, നല്ലതുപോലെ റെസ്റ്റ് വേണം. ഉമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഉമ്മ എന്ത് ചെയ്യാനാണ്? ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഞാൻ പറയുന്ന ഉമ്മ കേട്ടാൽ മതി. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അത് ഇന്നലെ ഇന്നും തുടങ്ങിയതല്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്ന കാണാം അവർക്ക് ഭയങ്കര ചൊറിച്ചില്ല. അതുകൊണ്ട് ഉമ്മ അതൊന്നും മൈൻഡ് കേൾക്കണ്ട. ഉമ്മയുടെ ശരീരം നോക്ക്, ഞാനില്ലേ ഉമ്മയുടെ കൂടെ. അതുകൊണ്ട് സമാധാനത്തോടെ ഇവിടെ കിടന്നേ. ഞാൻ എന്തെങ്കിലും ഉമ്മാക്കിയേ കഴിക്കാനൊക്കെ എന്തെങ്കിലും എടുക്കട്ടെ കേട്ടോ. അല്ല, നീ ഇതെന്തെടുക്കും ഇവിടെ? ആ, ഞാൻ ഉമ്മാക്ക് ഇച്ചിരി പാല് കാച്ചുമായിരുന്നേ. ഗുളിയൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ ഇച്ചിരി പാല് കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചു. ദേ, ഉമ്മാക്കുള്ള ചായ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോ. ഓ, ഞാനെടുത്ത് കുടിച്ചോളാം. നീ നിൻ്റെ ഉമ്മാക്കേ കൊണ്ട് കൊടുക്ക് പാല്. ഇപ്പം പരമാവധി സുഖമല്ലേ, തിന്നാനും കുടിക്കാനും ഒക്കെ നല്ല ഇതല്ലേ എൻ്റെ മോനവിടെ കഷ്ടപ്പെടാനും. ഇപ്പം എങ്ങനെയുണ്ട്? കുറവൊക്കെ ഉണ്ടോ? ആ, കുറച്ച് ആശ്വാസമുണ്ട്. വന്നതിൽ നല്ല മാറ്റമുണ്ട് എനിക്ക്. കാണും. ഇപ്പോൾ നല്ല ആഹാരങ്ങളും നല്ല ഇതൊക്കെ കിട്ടുമ്പം താനേ അസുഖമൊക്കെ മാറുമല്ലോ. ആ, എൻ്റെ മോൻ കഷ്ടപ്പെടാൻ അത് പറഞ്ഞാൽ മതി. ഉള്ളത് പറയാമല്ലോ. നിങ്ങളുടെ മോളുണ്ടല്ലോ, ഭയങ്കര ദൂർത്തടിയാണ് അവൾക്ക്. പണം ഇങ്ങോട്ട് അയക്കാനും അവൾ ഇവിടെ കടന്ന് പണം എങ്ങനെയൊക്കെ ചിലവാക്കണമെന്നൊക്കെ അവൾക്ക് തന്നെ അറിയത്തില്ല. കാണുന്നവർക്കും വഴി പോകുന്നവർക്കൊക്കെ ചിലവാക്കാനിരിക്കുക. പണം മാസം തോറും അവിടെ അക്കൗണ്ടിലിട്ട് വീടുമ്പോഴേ
അവക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യണമെന്ന് തന്നെ. എൻ്റെ മോൻ അവിടെ കിടന്നേ നല്ലതുപോലെ കഷ്ടപ്പെടുക മരുഭൂമിയിൽ. ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ ഭാരങ്ങൾ കൂടിക്കൂടി വരുന്നേ ഉള്ളൂ. ഈ വീടിൻ്റെ ലോണും വണ്ടിയുടെതൊക്കെ EMI ഒക്കെ ഒരുപാട് ആ ചെറുക്കൻ പാടുപെടുന്നുണ്ട്. ഇങ്ങനെ പോയി ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ചിലവ് കൂടിക്കൂടി വരുമല്ലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓരോരുത്തരുടെയൊക്കെ യോഗം. ഇതിപ്പോൾ ആര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? എൻ്റെ ഉമ്മയും നിങ്ങളുടെ ഉമ്മയും എനിക്ക് ഒരേപോലെ തന്നെ, എനിക്കൊരു വ്യത്യാസമൊന്നുമില്ല. ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അത് ചോദിച്ചില്ല, ഞാനത് പറഞ്ഞല്ലോ. ഞാൻ വീട്ടിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ 2-3 പ്രാവശ്യം നിങ്ങളെ ഞാൻ വിളിച്ചു, നിങ്ങൾ ഫോൺ എടുത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫോൺ എടുത്ത് നോക്ക്. പൈസ നിങ്ങൾ അയക്കുന്നതിൽ നിന്നും ഉമ്മയെ കൊണ്ടുപോകുന്നുണ്ട് ആശുപത്രി, അല്ലാതെ എനിക്ക് ജോലിയും വേലയൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കളയാനത് പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയൊന്നും അല്ല, അത് എൻ്റെ ഉമ്മായാണത്. ശരി. മോളെ, ഉമ്മ പറയുന്നിട്ട് മോള് വിഷമിക്കുകയും ചെയ്യരുത്. എനിക്ക് തീരെ പറ്റുന്നില്ല മോളെ ഇവിടെ നിൽക്കാനായിട്ട്. വേറൊന്നും കൊണ്ടല്ല, ഉമ്മാക്ക് ഇച്ചിരി സമാധാനം വേണം. ഇവിടെ വന്ന് നിന്നിട്ട് തന്നെ ഉമ്മാക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. മകളെ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നത് ശരിയല്ലടി മോളെ. എന്തായാലും എനിക്കൊരു വീടുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോകാം. പിന്നെ സഹായത്തിനൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരാരും നമ്മളെ ഒന്നും കൈവിടില്ലല്ലോ. അതുകൊണ്ട് ഉമ്മയ്ക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ് മോളെ. രാവിലെയും വൈകുന്നേരവും ഒക്കെ അവരുടെ 3 നേരം അവർ കുറ്റപ്പെടുത്തലും ഉമ്മക്ക് സഹിക്കുന്നില്ല. പിന്നെ ശരിയല്ല, ഇപ്പം ഉമ്മക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. വന്നതിൽ ഉമ്മക്ക് നല്ല മാറ്റമുണ്ട്. ഉമ്മയ്ക്ക് പോണം മോളെ, ശരിയാവത്തില്ല ഇവിടെ നിന്നാൽ. എൻ്റെ മോൾക്കിപ്പോൾ ഞാൻ കൂടെ നിൽക്കുന്ന ആശ്വാസമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് മോളത് ഞാനിവിടെ നിന്നാൽ കൂടുതലും മോളെ ജീവിതത്തിലേക്ക് പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ. ഉമ്മക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ മോൾക്ക് സമയം കിട്ടുമ്പോൾ അവിടെ നിന്ന് വന്നാൽ മതി മോള്. അല്ലാതെ ഈ നിപ്പത്ര ശരിയാവുന്നില്ല. എവിടേക്കും ഉമ്മക്കൊരു കുറ്റബോധം ഉള്ളതുപോലെ. പോകാം. എന്തായാലും ഇന്ന് വേണ്ട, നാളെ പോകാം. അല്ല, ഉമ്മായും മോളും കൂടെ രാവിലെ അത് എവിടെയാണ് ബാഗും ഒക്കെ തൂക്കി പിടിച്ചോണ്ട്? ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോന്നു. എൻ്റെ ഉമ്മയെ തനിച്ച് എനിക്ക് വിടാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ പറഞ്ഞ വൃദ്ധസാധനം ഉണ്ടല്ലോ, അതെന്തായാലും നടക്കില്ല. അത് നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളുടെ മോൻ നിങ്ങളുടെ കൊണ്ടുവിടാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ പഠിച്ചതുകൊണ്ട് പ്രാർത്ഥിക്കും. എനിക്ക് എൻ്റെ ഉമ്മയേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിനെക്കാട്ടി എനിക്ക് ഏറ്റവും വലുത് ഇപ്പം എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ ഈ അവസ്ഥയിൽ എനിക്ക് ഒറ്റയ്ക്ക് എങ്ങും കൊണ്ടുവിടാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ വാപ്പ ഞാൻ മരിച്ച നാൾ മുതൽ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇത്രയും മേലാക്കി ആക്കി. ഇപ്പം എൻ്റെ ഉമ്മക്കൊരു വീഴ്ച വരുമ്പോൾ ഞാൻ നോക്കണ്ടേ, അല്ലാതെ എൻ്റെ ഉമ്മയെ വഴിയിൽ ഉപേക്ഷിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. മോനെ വിളിക്കുമ്പം പറഞ്ഞുതരാം, ഉമ്മയെ കളയാൻ കൊണ്ടുപോയല്ലോ, ഉമ്മയെ നോക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞുതരാം. തൽക്കാലം ഞങ്ങൾക്കൊരു വീടുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നല്ലേ, മോൻ്റെ പണം കൊണ്ടല്ല ജീവിക്കാൻ പോകുന്നത്. എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ആവതുമുണ്ട്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഉമ്മയെ നോക്കിക്കോളാം. അതുകൊണ്ട് ഞാൻ ഉമ്മയും കൂടി ഇപ്പം തന്നെ ഇറങ്ങാം. നിങ്ങളില്ലാത്ത നുണയൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇത്രയും മേലാക്കിയല്ലോ. നാളെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നേ കണ്ടറിയാം. മാവാ.